ഹായ് ഗൈസ്, മാധവ്. ദൃശ്യം ഫ്രാഞ്ചൈസിനെ പറ്റി നമ്മൾ കഴിഞ്ഞിടക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൃശ്യം 3യെ പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. പക്ഷേ അതിൻ്റെ OTT റിലീസ് കഴിഞ്ഞിട്ട്, അതായത് എല്ലാവരും സിനിമയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ OTT റിലീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ നാളായി, ചെയ്യാൻ പറ്റിയില്ല വീഡിയോ. വേറെ ഒന്നുമില്ല, ഇപ്പോഴാണ് അതിനൊരു ടൈം കിട്ടിയത്. പിന്നെ OTT റിലീസ് കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി ഈ സിനിമയ്ക്ക് ഒരുപാട് ഈ സിനിമയെ പറ്റി മെയിംസും അല്ലെങ്കിൽ ട്രോളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എടാ, ടു ബി ഹോണസ്റ്റ്, എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കായ ഒരു സിനിമയാണ്. പേഴ്സണലി ഐ റിപ്പീറ്റ്, വ്യക്തിപരമായിട്ട് എനിക്ക് ദൃശ്യം 3 ഒരു പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് ഞാൻ ഫ്രാഞ്ചൈസിൻ്റെ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് എൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് തികച്ചും എൻ്റേതായിട്ടുള്ള മാത്രം കാരണങ്ങളാണ്. അത് ചിലപ്പോൾ അതിനോട് ചിലപ്പോൾ എത്ര പേർക്ക് യോജിക്കാൻ പറ്റും അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കായി. എന്താ പറയുക, നല്ലൊരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ദൃശ്യം 3 വർക്കായത്, അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അതിനാണ് ഈ വീഡിയോ. പിന്നെ ഞാൻ പറയുന്നു, ഒന്നും കൂടെ പറയുന്നു, ഇതെൻ്റെ അഭിപ്രായമാണ്. ആൻഡ് എല്ലാവരുടെ അഭിപ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ഒപ്പീനിയൻസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനും അല്ലെങ്കിൽ എനിക്ക് തോന്നിയ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങളും ആണ് ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത്. ഇത് സ്പോയിലർ ടോക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിയും സിനിമ കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സിനിമ കണ്ടിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ട് സിനിമയുടെ സ്പോയിലർ ഉണ്ടാവും. നമ്മൾ പുറകിൽ പോസ്റ്ററിലും കൊടുത്തിട്ടുണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എടാ, ആദ്യം തന്നെ എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഒരു ഹൈ കിട്ടിയത് ജോർജ് കുട്ടി എന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ആർക്ക് എഴുതിയിരിക്കുന്നതും ലാലേട്ടൻ അത് സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നതുമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സിനിമയിൽ ഒരു ഹൈ കിട്ടിയത്. കാരണം അത്രയും എനിക്ക് കൺവിൻസിങ് ആയിരുന്നു ആ ഒരു ക്യാരക്ടർ. ഇവിടെ സത്യം പറഞ്ഞാൽ അതായത് ദൃശ്യം നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ വലിയൊരു ഫ്രാഞ്ചൈസികളിലൊന്നാണ് ദൃശ്യം. ഒരുപാട് ഭാഷകളിലേക്കൊക്കെ റീമേക്ക് ചെയ്ത് അവിടെയൊക്കെ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസാണ്. അപ്പോൾ അതിൻ്റെ 3ാം ഭാഗം വരുന്നത്, അത് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയാണ് അതിൽ വരി. അപ്പോൾ അതിൻ്റെ 3ാം ഭാഗം വരുന്നു പറയുമ്പോൾ നമ്മൾ സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു ചർച്ച ഉണ്ടാവുമല്ലോ. അതിപ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള, ഞാൻ കൂടുതലും ചേട്ടന്മാരായിട്ടൊക്കെയാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചായ കുടിക്കുമ്പോഴൊക്കെ ഈ വരുന്ന ഓരോ സിനിമകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ദൃശ്യം. അപ്പോൾ ദൃശ്യത്തിൻ്റെ റിലീസിനോട് ഇങ്ങനെ അനുബന്ധിച്ച് നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി സംസാരിക്കും. ഇനി എന്തായിരിക്കും കഥയിൽ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചതിൽ, അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഒരു ടോപ്പിക്കാണ് സത്യത്തിൽ ഈ സിനിമയിൽ ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ. അതായത് വേറൊന്നുമല്ല, ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ അൺകൺട്രോളബിൾഡ് ആവുന്നൊരവസ്ഥ. അതായത് സ്വയം നിയന്ത്രിക്കാനാവാത്തൊരു ജോർജ് കുട്ടിയിലേക്ക് അയാൾ മാറുന്നൊരവസ്ഥയെപ്പറ്റി നമ്മളിങ്ങനെ ചായ ചർച്ചയിൽ സംസാരിച്ചിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് ദൃശ്യത്തിൽ തന്നെ. ഇതിൻ്റെയും എക്സ്ട്രീം ആയിട്ടുള്ള വെർഷനൊക്കെ ആലോചിച്ചായിരുന്നു. എന്തായാലും അതൊന്നും സിനിമയിലില്ല. പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്ന പോലത്തെ ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു മെൻ്റലി അൺസ്റ്റേബിൾ ആവുന്ന, അല്ലെങ്കിൽ സ്വയം നിയന്ത്രിക്കാനാവാത്ത ഒരു ജോർജ് കുട്ടിയിലേക്ക് അയാൾ മാറുമോ എന്നുള്ളത് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളിലൊന്നാണ്. അപ്പോൾ അത് തന്നെയാണ് സത്യത്തിൽ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കും തോന്നിയത്. പിന്നെ അത് മാത്രമല്ല, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇൻ്റർവ്യൂസ് കാണും ചില സിനിമകളുടെയൊക്കെ. ഒരു സിനിമ കാണുന്നതിന് മുമ്പ് അതിൻ്റെ ഇൻ്റർവ്യൂസ് കാണുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഫിലിം മേക്കർ ആവണം എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ഏതെങ്കിലും നമുക്ക് അവരുടെയൊക്കെ സംസാരം, അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അതിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് എൻ്റെ ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഫിലിംസിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ ഇരുന്ന് കാണാം. അപ്പോൾ ഈ സിനിമയുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴൊക്കെ ജിത്തി ജോസഫ് അദ്ദേഹം ഈ സിനിമയെപ്പറ്റി വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ സിനിമ മറ്റ് 2 സിനിമകളിൽ നിന്ന് മാറി കുറച്ചും കൂടെ ജോർജ് കുട്ടി എന്ന ക്യാരക്ടറിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കും എന്നുള്ളത്. അത് പല ഇൻ്റർവ്യൂവിലും അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. സത്യം പറഞ്ഞ സിനിമ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഈ സിനിമ എന്താണ് പറയുന്നത്, ജോർജ് കുട്ടി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ പോകുന്നൊരു സിനിമയാണ്. അതായത് മറ്റ് 2 സിനിമകളിൽ, എനിക്ക് തോന്നിയ കാര്യമാണ്, മറ്റ് 2 സിനിമകളിലും സിനിമ ക്രിയേറ്റ് ചെയ്യുന്നൊരു ടെൻഷൻ, ഭയം ഒക്കെയാണ് നമ്മളിലേക്ക് എത്തിയിരുന്നെങ്കിൽ, എനിക്ക് ഈ ഒരു സിനിമയിൽ ജോർജ് കുട്ടി എന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു സാധാരണക്കാരൻ, അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ അനുഭവിക്കുന്നൊരു ടെൻഷൻ ഉണ്ടല്ലോ ഉള്ളിൽ, അത് എനിക്ക് ഈ സിനിമയിൽ കുറച്ചും കൂടെ അറിയാൻ പറ്റി. എസ്പെഷ്യലി കല്യാണമൊക്കെ നടക്കുന്ന ഏരിയയിൽ പോലീസൊക്കെ വന്ന് നിൽക്കുമ്പോൾ ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ആ ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ടെൻഷനും ഇതൊക്കെ കാണിക്കുന്നത് എനിക്കതെന്തോ പേഴ്സണലി, അതായത് സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന ടെൻഷനല്ല ഞാൻ പറയുന്നത്, ആ ക്യാരക്ടറിൻ്റെ ഉള്ളിലൊരു ഭയം അല്ലെങ്കിൽ പേടി, ടെൻഷനൊക്കെ എനിക്ക് പേഴ്സണലി മറ്റ് 2 സിനിമകളെക്കാളും കൂടുതൽ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് അറിയാൻ പറ്റി. അത് ഈ പറഞ്ഞില്ലേ, അത് ക്യാരക്ടർ റൈറ്റിങ്ങും അതിലൊക്കെ ഉപരി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആണ്. ലാലേട്ടൻ്റെ പെർഫോമൻസിനെ പറ്റി നമ്മൾ എടുത്തു പറയണ്ട, എങ്കിലും അത്
ഭയങ്കരമായിട്ട് എന്തോ മനസ്സിലിങ്ങനെ തട്ടുന്ന പോലെ തന്നെ. എസ്പെഷ്യലി ഞാൻ കല്യാണത്തിൻ്റെ സീക്വൻസ് പറയുന്നത് അവിടേക്ക് എനിക്ക് ശരിക്കും ഒരു ഫീൽ ചെയ്തു. ആ പോലീസ് വന്ന് നിൽക്കുന്നു, ലാലേട്ടൻ പുറത്തേക്ക് നോക്കുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ നെഞ്ചൊക്കെ തിരുമുന്ന ഒരിതുണ്ട് അവിടെ. നമുക്ക് ലിറ്ററലി നമ്മുടെ മനസ്സിലേക്ക് എന്തോ നമ്മളാണ് ആ അച്ഛൻ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു പല ഏരിയകളിലും. അങ്ങനെ ആ വ്യക്തി അനുഭവിക്കുന്ന ടെൻഷൻ മറ്റ് 2 സിനിമകളിൽ നിന്ന് എനിക്ക് ഇതിൽ കുറച്ചും കൂടെ അറിയാൻ പറ്റി. അതും ഈ ദൃശ്യം 3 എന്ന സിനിമയിൽ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ നേരത്തെ ജിത്തു ജോസഫ് അദ്ദേഹം പറഞ്ഞ കാര്യത്തിനോട് പിന്നെയും കൂട്ടി യോജിപ്പിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണിത്. അതായത് ഫോക്കസ്ഡ് ആണ് ജോർജ് കുട്ടിയിലേക്ക്. അപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഇമോഷൻ തന്നെയാണ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത് എന്നിലെ പ്രേക്ഷകരിലേക്ക് കൃത്യമായി എത്തിയിട്ടുണ്ട് എല്ലാ ഏരിയകളിലും. സത്യം പറഞ്ഞാൽ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് ലാലേട്ടൻ്റെ ഫേസിൽ നിന്ന് കണ്ണെടുത്തിട്ടില്ല. കാരണം ലാലേട്ടൻ ജോർജ് കുട്ടിയായിട്ട് സ്ക്രീനിൽ വരുമ്പോൾ കിട്ടുന്നൊരു ഹൈ ഉണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ല, മാറുന്നൊരു ജോർജ് കുട്ടി ലാലേട്ടൻ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയൊക്കെ ലിറ്ററലി ആ ഫേസിൽ നിന്നും ആ കണ്ണുകളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ലോക്കായി പോകും. അല്ലെങ്കിൽ ഞാൻ അവിടെ ലോക്കായി. അത്രയും ഫോക്കസ്ഡ് ആയിട്ട് തന്നെയാണ് ആ ക്യാരക്ടറിനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ജോർജ് കുട്ടി എന്ന ഒരു ക്യാരക്ടറിൻ്റെ മാറ്റം ഉണ്ടല്ലോ, ഒരു മാറ്റം, അത് ഞാൻ പറഞ്ഞു എനിക്ക് കൺവിൻസിങ് ആയിരുന്നു എന്നുള്ളത്. കാരണം തുടക്കം തൊട്ട് ഈ പറയുന്ന പോലെ ജോർജ് കുട്ടി നിലത്ത് തുപ്പുന്നതും നഖം വെട്ടി പോക്കറ്റിലേക്ക് ഇടുന്നതും അങ്ങനെ ഒരുപാട് കാര്യം. അതായത് അയാളുടെ മനസ്സ് ഇവിടെ ഒന്നുമല്ല, സ്വയം നിയന്ത്രിക്കാൻ പറ്റാതാവുന്ന ഒരു ജോർജ് കുട്ടിയുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ടാണ് എനിക്ക് അതൊക്കെ. അല്ലെങ്കിൽ അത് സംവിധായകൻ നമ്മളിലേക്ക് ഫോർ ഷാഡോയും ചെയ്യുന്ന പോലെ തന്നെ ആ ഡീറ്റെയിലൊക്കെ എനിക്ക് പക്ക കൺവിൻസിങ് ആയിരുന്നു. അല്ലെങ്കിൽ എനിക്കത് കണക്റ്റായി. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ജോർജ് കുട്ടി ചിലപ്പോൾ ഏത് രീതിയിലേക്ക് പോകാം എന്നുള്ള സംഭവങ്ങൾ തുടക്കം തൊട്ട് ഹിൻറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തത് എനിക്കത് വർക്കായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനവിടെ അത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജോർജ് കുട്ടി ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ അയാളെ മാറ്റി തീർത്തത് അയാളുടെ ജീവിതം തന്നെയാണ്. ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്ക്, അയാളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ ജസ്റ്റ് സിനിമ എന്നത് മാറ്റിയിട്ട് ഒരു യഥാർത്ഥ വ്യക്തിക്ക് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ അനുഭവിക്കുന്നൊരു മാനസിക സംഘർഷം എന്തായിരിക്കും. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഭാര്യ മക്കൾ ഒരാളെ കൊന്നിട്ടിരിക്കുകയാണ്. അവിടുന്ന് ശേഷം ആൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് കുടുംബത്തെ രക്ഷിക്കാനും പിന്നെ കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള അയാളുടെ ആഗ്രഹവും, അതായത് ഈ തേർഡ് പാർട്ടിൽ അതൊന്നും കൂടെ പറയുന്നുണ്ട്. ജോർജ് കുട്ടിക്ക് ഏറ്റവും വലുത് കുടുംബം തന്നെയാണ്. പക്ഷേ ഈ തേർഡ് പാർട്ടിൽ അതൊന്നും കൂടെ പറയുന്നുണ്ട്. ഇവിടെ റാണിയുടെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട് അവസാനം, എന്തിനാണ് ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഇങ്ങനെ തോന്നാനെന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഡയലോഗ് ഉണ്ട് അവസാനമൊക്കെ ആകുമ്പോൾ. അപ്പോൾ ജോർജ് കുട്ടി പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണെന്ന്. എടാ, അവിടേക്ക് എനിക്ക് ഭയങ്കര നിസ്സഹായതയാണ് ആ ഒരു ക്യാരക്ടറിനോട് തോന്നിയത്. കാരണം ഈ 3 തന്നെ ആ പോലീസ് ഓഫീസറായിട്ട് സംസാരിക്കില്ല, മറ്റേ 1 അതിൽ പറയുന്നുണ്ട് എന്താണ്, ജനിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് എൻ്റെ യുദ്ധം, ആ യുദ്ധത്തിൽ നിന്ന് വെട്ടിപ്പിടിച്ചതാണ് കുടുംബം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. കാരണം ജോർജ് കുട്ടിക്ക് അച്ഛനില്ല, അമ്മയില്ല, അനാഥനായിട്ട് വളർന്നതാണ്. അപ്പോൾ കുടുംബം അയാൾക്ക് അത്രയും വേണ്ടപ്പെട്ടതാണ്. അപ്പോൾ കുടുംബത്തെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം മാക്സിമം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് അയാൾക്കൊരു അത്രയും അയാൾ ആഗ്രഹിക്കുന്നല്ലേ. സോ അതുകൊണ്ട് തന്നെയാണ് അയാൾ ഓരോ തവണയും അയാൾക്കും കൂടെ ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ എങ്ങാനും ഈ കേസ് പിടിക്കപ്പെട്ടാൽ തന്നെ കുടുംബം ജയിലിൽ പോകാനുള്ളൊരു ഇട വരുത്തരുത്. ഇതിനെപ്പറ്റി പാർട്ട് 1 തന്നെ എന്തൊരു ഡയലോഗ് ഉണ്ട്. അതായത് ജോർജ് കുട്ടി മക്കളോടും ഭാര്യയോടും പറയുന്നൊരു ഡയലോഗ് ഉണ്ടെന്നാണ് 1. അതായത് അച്ഛൻ പോവേണ്ടി വന്നാലും നിങ്ങൾ എന്തായാലും ജയിലിൽ പോവില്ല, അത് അച്ഛൻ്റെ വാക്കാണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴും താനാണ് എല്ലാം ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ള രീതിയിൽ തെളിവുകളെല്ലാം ജോർജ് കുട്ടി സെറ്റാക്കി വെച്ചിരിക്കുക. അതായത് ഒരു കാരണവശാലും മക്കളെയും ഭാര്യയും ജയിലിലേക്ക് വിടില്ല എന്നുള്ളത് അത് ആൾക്കൊരു ഒബ്സഷൻ പോലെ ആയിട്ട് ഇങ്ങനെ കിടക്കാണ് മനസ്സിൽ. അത് ഇല്ല, അങ്ങനെ സംഭവിക്കില്ല, എന്തൊക്കെ വന്നാലും അങ്ങനെ സംഭവിക്കില്ല. അത് എന്ത് വില കൊടുത്തും തടയുന്നുള്ള രീതിയിലേക്ക് ജോർജ് കുട്ടിയുടെ മൈൻഡ് ഇങ്ങനെ ഷാർപ്പൺ ചെയ്ത് വന്നിട്ടിരിക്കുകയാണ് അതിലേക്ക്. ആൻഡ് അവിടെയൊക്കെ തന്നെയാണ് ക്ലൈമാക്സിലേക്കുള്ള കാര്യങ്ങൾക്ക് ഒരു ലോജിക്കുള്ള പോലെ എനിക്ക് അവിടെ തോന്നി. കാരണം 3 വരുമ്പോൾ ഇത്രയും ടെൻഷൻ്റെ കൂടെ, അതായത് ഇത്രയും ജീവിതത്തിൽ ഫുള്ള് 1-2 വർഷമല്ല അയാൾ അനുഭവിച്ചിരിക്കുന്ന, ഇത്രയും വർഷങ്ങൾ അയാൾ ഈ ഒരു ഭാരം ഫുള്ള് ഉള്ളിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ കുടുംബത്തെ രക്ഷിക്കാൻ സഹായിച്ച മറ്റുള്ളവരുടെ കുടുംബങ്ങളും ഇരയായിട്ട് മാറിയിട്ടുണ്ട് ജോർജ് കുട്ടിയുടെ എന്നുള്ളൊരു ആ ഒരു തിരിച്ചറിവും കൂടെ ജോർജ് കുട്ടിയോട് അറിയുന്നുണ്ട്. അത് ആൾക്ക് ഭയങ്കര ഷോക്കായി പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാർട്ട് 1 നോക്കിക്കഴിഞ്ഞാൽ ആരെയും ഉപദ്രവിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു പാവം സാധാരണക്കാരനാണ് ജോർജ് കുട്ടി. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി. അയാളൊരു ക്രിമിനലാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു കൊലപാതകം നടന്ന് സ്വയം രക്ഷക്കാണെങ്കിൽ പോലും അത് പോലീസിനെ വെടിച്ച് നമ്മുടെ നിയമങ്ങളെ വെട്ടിച്ചത് മറവ് ചെയ്യുക, അല്ലെങ്കിൽ അത് മറവ് ചെയ്ത് അവിടുന്ന് സർവൈവ് ആകാന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും.
അപ്പോൾ ഒരു ക്രിമിനൽ ആവേണ്ടി വന്നു ജീവിതത്തിൽ. പിന്നീട് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞപ്പോൾ ആൾക്ക് പ്രായമായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കൺസേൺ ആണല്ലോ ഒരു മനുഷ്യൻ്റെ. അതായത് നമ്മൾ പറയത്തില്ലേ, പ്രായമായി വരുന്തോറും നമുക്ക് ഒരു മനുഷ്യൻ ചിലപ്പോൾ പിരിമുറുക്കം കൂടാം. ചിലപ്പോൾ പണ്ട് ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ പ്രായമാകുമ്പോഴത്തേക്കും സൈലൻ്റ് ആയി പോകും. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പോകുന്ന ആളുകളാവും. പണ്ടത്തെ പോലെയുള്ള ആക്റ്റീവ് ഒന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നേരെ തിരിച്ച് സംഭവിക്കാറുണ്ട്. പണ്ട് ഭയങ്കര സൈലൻ്റ് ആയിട്ടൊക്കെ ഇരുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ പ്രായമാകുമ്പോൾ അവർക്ക് അമിതമായിട്ടുള്ള ദേഷ്യം, പെട്ടെന്ന് എടുത്തിയാട്ടമൊക്കെ ഉണ്ടാവും. സോ ഇങ്ങനത്തെ ഒരു മാറ്റം ജോർജ് കുട്ടിക്ക് ഉണ്ടാവാം. കാരണം ജോർജ് കുട്ടി ഇവിടെ പ്രായമായി വരുന്നുണ്ട്. അദ്ദേഹം പ്രായമാവുന്നതിനോടൊപ്പം ഇത്രയും ഭാരവും കൂടെയാണ് അയാൾ കൊണ്ടുപോകുന്നത്. ആ പ്രായത്തിനോടൊപ്പം പ്രായമാവുന്നത് തന്നെ ഒരു നോർമൽ മനുഷ്യനെ പല രീതിയിലും ബാധിച്ചു തുടങ്ങും, മെൻ്റലി ഒക്കെ. പക്ഷേ ഇത്രയും ഭാരവും കൂടെ, അതായത് ഇത്രയും മനസ്സിന് ഇത്രയും ഭാരവും കൂടെ കൊണ്ടാണ് ആ മനുഷ്യൻ പ്രായമായിട്ട് വരുന്നത്. സോ അയാൾ മാറുന്നതിൽ ഞാൻ വീണ്ടും പറഞ്ഞതാ, ജോർജ് കുട്ടിയുടെ ആ ഒരു മാറ്റം എനിക്കിപ്പോഴും ഭയങ്കര കൺവിൻസിങ് ആണ്. കാരണം അയാളുടെ ജീവിതമല്ലേ അയാൾ അങ്ങനെ ആക്കിയത്. ഒരിക്കലും എൻ്റെ കാഴ്ചപ്പാട് ജോർജ് കുട്ടി ഒരു പോലീസിനെ പറ്റിക്കൊരു പ്ലാൻ വേണമെന്ന് പറയുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ചാറ്റ് ജിപിടിയോടൊക്കെ ചോദിക്കുന്ന പോലെ ഒരു പ്ലാൻ തരുന്ന ഒരു അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള, അല്ലെങ്കിൽ ജോർജ് കുട്ടി ജനിച്ചപ്പോൾ തൊട്ട് ക്രിമിനൽ ആയിട്ടുള്ള ഒരാളൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു കേസുണ്ടാകുമ്പോൾ പോലീസിനെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാൻ. അയാളൊരു സാധാരണക്കാരനാണ്. അയാൾക്ക് കുറച്ച് സിനിമകൾ കണ്ട അറിവുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു അയാളുടെ ഒരു എന്താ പറയുക ബുദ്ധി എന്ന് പറഞ്ഞത് എല്ലാത്തിനെയും ലോജിക്കലി കാണും. ഏതൊരു കാര്യത്തെയും വളരെ ലോജിക്കലി കാണും എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് അയാളെ നയിക്കുന്നത്. അല്ലെങ്കിൽ അയാളുടെ ഒരു മെൻ്റൽ പ്രോസസ്സ് അങ്ങനെയാണ്. എല്ലാത്തിനെയും വളരെ ലോജിക്കലായിട്ട് കാണും. പിന്നെ അറിവുകളുണ്ട്, അതായത് സാമൂഹികമായിട്ടുള്ള ഭയങ്കര ബോധങ്ങളും. സിനിമ കണ്ടിട്ട് അതിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു ത്വര, അല്ലെങ്കിൽ ഓർത്തു വെക്കാനുള്ള ഒരു കഴിവൊക്കെ ആൾക്കുണ്ട്. സിനിമ ആൾക്ക് ഭയങ്കര ഒരു മുതൽക്കൂട്ടായിട്ടുള്ളൊരു മനുഷ്യനാണ്. സിനിമ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ അങ്ങനെയുള്ള ആളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ജോർജ് കുട്ടിയെ പോലുള്ളൊരു സാധാരണക്കാരൻ ശ്രമിച്ചേക്കാവുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ജോർജ് കുട്ടി ജനിച്ചപ്പോൾ തന്നെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെയല്ല. അയാളുടെ അവസ്ഥയാണ് അയാൾ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഭാര്യയോടും മക്കളോടും ഒപ്പം ജീവിക്കാനുള്ള ഒരു കൊതിയും കൂടെയാണ് അയാൾക്കും മാക്സിമം ഭാര്യയോടും മക്കളോടൊപ്പം തന്നെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യേണ്ട രീതിയിലേക്ക് പ്ലാനുകൾ അയാൾ തയ്യാറാക്കുന്നത് ഇതുകൂടെ കൊണ്ടാണ്. അപ്പോൾ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ജനിച്ചപ്പോഴേ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധി കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഊരിപ്പോകാൻ കഴിവുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ ജോർജ് കുട്ടിയെ കണ്ടിട്ടില്ല. പക്ഷേ അയാൾക്ക് അറിവുകളുണ്ട്, അയാൾ നേടിയെടുത്ത അറിവുകളുണ്ട്. അത് വെച്ച് അയാൾക്കുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ അയാൾ സോൾവ് ചെയ്തെടുക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും അയാൾക്ക് സ്വയം ഒരു ബോധ്യമുണ്ട്, പിടിക്കപ്പെടാം. പക്ഷേ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും അവിടെ അയാൾക്ക് ചെയ്യേണ്ട കാര്യം, നിർബന്ധമായിട്ടും സംഭവിക്കാൻ പാടില്ല എന്ന് അയാൾ വിചാരിക്കുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ: കുടുംബം ജയിലിൽ പോകാനുള്ളൊരു ഇട വരുത്തരുത് എന്നുള്ളത്. സോ അതിൽ ജോർജ് കുട്ടി ഒരു ലോക്കഡ് ആയിട്ടുള്ളൊരു മെമ്മറി പ്രോസസ്സാണ് ജോർജ് കുട്ടിയുടെ. കുടുംബം ഒരിക്കലും മകളെയോ അല്ലെങ്കിൽ 2 പെൺമക്കളെയോ അല്ലെങ്കിൽ ഭാര്യയോ ഒരിക്കലും ജയിലിലേക്ക് വിടാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുത്. പക്ഷേ ഞാനും അതോടൊപ്പം തന്നെ ഈ കേസിൽ നിന്നും സർവൈവ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം. പക്ഷേ എന്നാലും ഒരു അവസരത്തിൽ ഇത് തെളിയുകയാണെങ്കിൽ ഞാൻ മാത്രം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അയാളുടെ മൈൻഡ് പ്രോസസ്സ്. അതിനനുസരിച്ചാണ് അയാൾ ഓരോ പ്ലാനുകൾ ചെയ്യുന്നതും. അതിൻ്റെ പ്ലാനുകൾ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റേ എന്തിൻ്റെ അകത്ത് കാണുന്ന പോലെ ഇല്ലല്ലോ ജോർജ് കുട്ടി ഒരു സാധാരണക്കാരൻ തന്നെയാണ്. അപ്പോൾ അത്രയും സമയമെടുത്ത് എന്തോരം തല പുകച്ചിട്ടായിരിക്കും അയാൾ ആ പ്ലാനുകൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പഴുതുകളുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു അപകടം ഉണ്ടാവാം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു അപകടമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സാധാരണക്കാരൻ അതിനും സൊല്യൂഷൻസ് കണ്ടുപിടിച്ചൊരു പ്ലാൻ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ആ ഒരു അച്ഛൻ അനുഭവിച്ചിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം, ഒരു സംഘർഷങ്ങൾ ചുമ്മാ ചിന്തിച്ച് നോക്കും. സിനിമയിൽ നിന്ന് മാറിയിട്ട് ഒരു വ്യക്തി അങ്ങനെ ചെയ്യുമ്പോൾ എന്തുമാത്രം ടെൻഷനായിരിക്കും ഓരോ പ്ലാനിൻ്റെ പിന്നിൽ. നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഓക്കെ പെട്ടെന്ന് ജോർജ് കുട്ടി ഉണ്ടാക്കുന്ന പ്ലാൻ, ജോർജ് കുട്ടി എന്തോ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ, അങ്ങനെയല്ല. ജോർജ് കുട്ടി ഈസ് ഒരു കോമൺ മാൻ. പക്ഷേ അയാൾ ചെയ്യുന്ന പ്ലാനുകളെല്ലാം ബ്രില്യൻ്റ് ആണ്. പക്ഷേ അതിന് പുറകിൽ അയാളുടെ അത്രയും കഷ്ടപ്പാടും അത്രയും വലിയൊരു ഈ പറഞ്ഞ പോലെ കുടുംബത്തെ സംരക്ഷിക്കണം എന്നുള്ളൊരു ഉറച്ച തീരുമാനവും, അതോടൊപ്പം തന്നെ തനിക്കും എസ്കേപ്പ് ആവാനൊരു ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ആ ഒരു വഴിയും ശ്രമിക്കണം. ഇനി അഥവാ അത് നടന്നില്ലെങ്കിൽ ഞാൻ മാത്രം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന്, അത് ഒന്നല്ല 2 തവണ, ഫസ്റ്റ് പാർട്ടിൽ നമ്മളത് കണ്ടു, സെക്കൻഡ് പാർട്ടിൽ നമ്മളത് കണ്ടു. പക്ഷേ ഇനിയും വർഷങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി കഴിയും. അങ്ങനെയുള്ള സമയത്ത് അയാൾ ചിന്തിക്കുന്നൊരു കാര്യം ഉണ്ടാകും. ചിലപ്പോൾ ആ വ്യക്തി മടുത്ത് കാണും. ഇനിയും എത്ര നാളെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോടാ, എത്ര നാൾ ഞാൻ ഇതിൻ്റെ പുറകെ നടക്കും, ഇനി എന്നാണ് ഇതൊക്കെ തീരുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ ചിന്തിച്ചാൽ അതിന് തെറ്റ് പറയാൻ പറ്റും നമുക്ക്. കാരണം അത്രയും അടുത്തില്ലേ, അത്രയും വർഷങ്ങളായില്ലേ.
എങ്ങനെ ഒരാൾക്ക് പിന്നെയും സമാധാനമില്ലാതെ ഇങ്ങനെ ജീവിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഇനിയും വരും ഒരാളെന്ന് പറഞ്ഞ് അതും അത് മാത്രമല്ല ഇവിടെ ഓൾറെഡി കേസ് ഒരു രീതിയിൽ പറഞ്ഞാൽ ക്ലോസ് ചെയ്തത് കൊണ്ട് തന്നെ ഇത് പോലീസ് റീ ഓപ്പൺ ചെയ്താൽ ആൾക്ക് അറിയാൻ പറ്റുമല്ലോ. പക്ഷെ അതിവിടെ ഇല്ലാതെ ഇനി എന്ത് ത്രെറ്റൻ വരും എന്ന് പറഞ്ഞ ആൾക്ക് പ്ലാൻ ചെയ്യാനുള്ളൊരു സ്പേസ് എനിക്ക് തോന്നുന്നു ത്രീയിലേക്ക് വരുമ്പോൾ ഇല്ല. അല്ലെങ്കിൽ ആള് മടുത്തു. ഇനിയും എത്ര നാളെന്നുള്ള സംഭവമാണ്. പക്ഷേ ആളുടെ ഉള്ളിൽ എപ്പോഴും ഭയവുമുണ്ട്. നല്ല ഭയമുണ്ട് ആളുടെ ഉള്ളിൽ. തൻ്റെ കുടുംബത്തിൽ ഇനിയും എന്തെങ്കിലും ആരെങ്കിലും വേദനിപ്പിക്കാൻ വരുമോ, അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളൊരു ഉൾഭയമുണ്ട്. പക്ഷേ അതെന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പിറകിലേക്ക് പോകാൻ അയാൾക്ക് ഇനി വയ്യ. അല്ലെങ്കിൽ മടുത്തെന്ന് പറയത്തില്ലേ, ഇനി ഞാൻ അതിനുവേണ്ടി എന്താണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നെയും അത്തരം പദ്ധതികളിലേക്ക് പോകാൻ ജോർജ് കുട്ടിയെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഈ തേർഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നടക്കുന്നുണ്ട്. അതായത് സെക്കൻഡ് പാർട്ടിൽ അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ കൂട്ടത്തിൽ നിർത്തിയ കുറച്ച് ആളുണ്ട്. ഇപ്പോൾ രാജൻ എന്ന് പറഞ്ഞ കഥാപാത്രം. പക്ഷേ പിന്നീട് അയാളെ സഹായിക്കാൻ പറ്റില്ല ജോർജ് കുട്ടിക്ക്. പക്ഷെ അത് അറിഞ്ഞുകൊണ്ടല്ല, അത്രയും മനസ്സിൽ എന്താ പറയുക, അത്രയും കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടർ കൂട്ടത്തിൽ നിന്ന് അയാളെ മറന്നു. പക്ഷെ അപ്പോൾ അയാളുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ ഭയങ്കര ഡാർക്കായി പോയി. അയാളുടെ മകൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ജോർജ് കുട്ടി അവിടെ നിന്ന് കേൾക്കുമ്പോൾ ആ സമയത്ത് അയാൾക്കുണ്ടാകുന്നൊരു മനോവിഷമം, അതായത് ഇത്രയും വിഷമങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ എക്സ്ട്രീം ആയിട്ടുള്ളൊരു വിഷമാണ് ആ വരുന്നത്. കാരണം ജോർജ് കുട്ടി ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾ പിന്നെ അതിലേക്ക് തന്നെ പോകുമ്പോൾ അയാൾക്ക് ഇനി വയ്യ. ഇനിയും ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു ഓട്ടത്തിനിടയിൽ ഇങ്ങനെ ഒരുപാട് പേര് വേദനിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് കുടുംബങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ആൾക്ക് വയ്യ. ആള് എന്താ പറയുക, മടുത്തു ഈ പരിപാടിയോട്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത്രത്തോളം സങ്കടം ജോർജ് കുട്ടിക്ക് ആ ഒരു രാജൻ എന്ന ക്യാരക്ടറിൻ്റെ മകൾക്കുണ്ടാകുന്നൊരവസ്ഥ. കാരണം ജോർജ് കുട്ടിയും പെൺമക്കളാണ്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ കേട്ടപ്പോൾ അത് തന്നെയാണ് ജോർജ് കുട്ടി പെട്ടെന്ന് തന്നെ അവിടെ ലാലേട്ടൻ്റെ എക്സ്പ്രഷൻ മാറുന്നൊരു സംഭവമുണ്ട്. അതായത് രാജൻ്റെ ആ ഒരു കോളറിൽ കയറി പിടിച്ചിട്ട് അവിടെയൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നൊരു ജോർജ് കുട്ടിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നോട്ട് ചെയ്യണേ. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നൊരു ജോർജ് കുട്ടിയായിട്ട് മാറി. കാരണം അതാണ് തുടക്കത്തിൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രായമാവുന്നു, ഇത്രയും കാര്യങ്ങളുമായിട്ട് സഞ്ചരിക്കുന്ന ഒരാൾക്ക് അയാളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അയാളുടെ മെൻറ്റാലിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടിൽ അത്രയും ക്ഷമയുള്ള ഒരാൾ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിട്ട് മാറുന്നത്. പക്ഷെ അതൊന്നും കൃത്യമായൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലടാ. കാരണം അങ്ങനെയല്ലേ അയാളുടെ ജീവിതം. അയാളുടെ ജീവിതത്തിലുള്ള ഒരു യാത്രയിൽ അയാളിങ്ങനെ മാറിയതിൽ എന്താണ് ഇതിന് മാത്രം അത്ഭുതം? അങ്ങനെ എനിക്ക് തോന്നിയതേ ഇല്ല. അയാൾ അങ്ങനെ മാറിയില്ലെങ്കിൽ അത്ഭുതമുള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അയാൾക്ക് അവിടെ ക്ഷമ നഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണെന്നുണ്ട് വന്ന് അപ്പം തന്നെ കോളറിൽ പിടിക്കുകയാണ്. ശേഷം ഈ ഒരു കാര്യം അറിയുമ്പോൾ അവിടെ ലാലേട്ടൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ലാലേട്ടൻ്റെ ഉള്ളിലുള്ളൊരു പെയിൻ അവിടെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട്. അതിന് ശേഷമുള്ള സീനിൽ ഭാര്യയോടൊപ്പം അത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ അയാളുടെ മനസ്സിൽ ഇത് ഭയങ്കര സങ്കടമാണ്. അതിന് ശേഷമുള്ള ഒരു നദിയുടെ തീരത്ത് വെച്ചുള്ള ആ ഒരു പോലീസുകാരനോട് സംസാരിക്കുന്ന സീനിലൊക്കെ ഇത് എടുത്തെടുത്ത് ജോർജ് കുട്ടി പറയുന്നുണ്ട്. കാരണം ഭയങ്കരമായിട്ട് അത് അയാളെ വേട്ടയാടുന്നുണ്ട്. വേറൊരു കുടുംബം, അവിടുത്തെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ശബ്ദം നഷ്ടപ്പെട്ടു, അത് താൻ കാരണമാണ്, ഇനിയും എത്ര പേര് ഇങ്ങനെ ഉണ്ടെന്നൊക്കെയുള്ള കാരണം അയാൾക്കൊന്നും ഓർമ്മയില്ല. കാരണം അയാളുടെ മനസ്സിൽ ഒന്നും മാത്രമായിരുന്നു, ഒരു ലക്ഷ്യം, കുടുംബത്തെ രക്ഷിക്കണം, പറ്റുമെങ്കിൽ തനിക്ക് സർവൈവ് ചെയ്യണം, ഇനി അതുമല്ല എങ്കിൽ ഞാൻ മാത്രം എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങളിൽ ലോക്കഡാണ് ആള്. അതിനുള്ള യാത്ര അയാൾ വേറൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയുന്നൊരു മൊമെന്റിലേക്ക് ഇപ്പോൾ ജോർജ് കുട്ടി എത്തിയിരിക്കുകയാണ്. അവിടെ ജോർജ് കുട്ടിക്ക് ഈ പറയുന്ന പോലെ ഇത്രയും മനസ്സിനുള്ളിൽ ആ ഒരു ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ പറഞ്ഞാൽ മനസ്സിനുള്ളൊരു അഗ്നിപർവ്വതം പുകയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയും പുറത്ത് എന്താ പറയുക, അയാളുടെ ചിരിയില്ലെങ്കിൽ കുടുംബവും പാനിക്കാവും, അയാളുടെ കുടുംബം. ആ പുറത്ത് എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കണം. പക്ഷെ ഉള്ളിൽ ഇത്രയും ബേർഡനുള്ളൊരു മനുഷ്യനാണ്. അതിൻ്റെ കൂടത്തിൽ പിന്നെയും ജീവിതം അയാൾക്ക് കൊടുക്കുന്നത് സങ്കടങ്ങൾ തന്നെയാണ്. സാമ്പത്തികമായിട്ട് വളരുന്നുണ്ടെങ്കിലും അതല്ലല്ലോ, സമാധാനമില്ലാത്തൊരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. സമാധാനമില്ലാത്തൊരു ജീവിതം ചുമ്മാ നമുക്ക് എങ്ങനെ ഒരാഴ്ച നമുക്ക് നമ്മളെ സങ്കടങ്ങൾ തന്നെ അലട്ടിക്കൊണ്ടിരുന്ന നമ്മളൊക്കെ ഏത് രീതിയിലേക്ക് മാറാം. അങ്ങനെ മെൻ്റലി ശരിക്കും ബ്രോക്കായിട്ടുള്ള എന്തോരം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് തന്നെയാണ് ജോർജ് കുട്ടിയുടെ മാറ്റം. അയാളങ്ങനെ മാറുന്നതിൽ എന്താണ് പ്രശ്നം? അയാളുടെ ജീവിതം അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് അയാളെ മാറ്റുന്നത്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ജോർജ് കുട്ടിയെ മനസ്സിലാക്കിയെടുത്തോളം ഭാഗ്യവും കൂടെ കൊണ്ട് തന്നെ രക്ഷപ്പെടുന്ന ഒരാൾ തന്നെയാണ്. അതിനൊരു ശതമാനക്കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, ജോർജ് കുട്ടി വളരെ ലോജിക്കലി ചിന്തിക്കുന്നൊരു സാധാരണക്കാരനാണ്. അപ്പോൾ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ സമയമെടുത്ത് ഇതിലെ പഴുതുകളെല്ലാം മനസ്സിലാക്കി അതിനെ അടച്ചുകൊണ്ട് തന്നെയാണ് അയാളൊരു പ്ലാൻ ചെയ്യുന്നത്. ആ പ്ലാൻ്റെ മുന്നിൽ വലിയൊരു പെയിനും ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ അയാളുടെ സർവൈവൽ റേറ്റ് ഒരു 65% വരെ ഉയർത്തുന്നുണ്ട്. അത് സത്യമാണ്. പക്ഷേ
ഒരു 35% അയാൾ ഭാഗ്യം കൂടെ തുണയ്ക്കുന്നുണ്ട്. ആ ഒരു ഭാഗ്യത്തിൻ്റെയും കൂടെ ഒരു എന്താ പറയുക, ആ ഒരു പസിലും കൂടെ ഫിക്സ് ചെയ്യുക, ആ ഒരു പസിലിൻ്റെ പീസും കൂടെ വെക്കുമ്പോഴാണ് ജോർജ് കുട്ടി എപ്പോഴും സർവൈവ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അങ്ങനത്തെ ഒരു പസിൽ പീസാണ് ഭാഗ്യം എന്ന് പറയുന്നത് ജോർജ് കുട്ടിയുടെ പ്ലാനിൽ. അപ്പോൾ ഭാഗ്യവും കൂടെ ഉള്ളൊരു മനുഷ്യൻ തന്നെയാണ് ജോർജ് കുട്ടി. അതോടൊപ്പം തന്നെ വളരെ ലോജിക്കലി ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ജോർജ് കുട്ടിയെ സർവൈവ് ചെയ്യിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ. സിനിമയിൽ തോമസ് ബാസ്റ്റിൻ പറഞ്ഞത് അയാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ജോർജിയുടെ ഒപ്പം ഭാഗ്യവുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ വേറൊരു കാര്യം, ഈ സിനിമ കണ്ടപ്പോൾ ബ്രേക്കിംഗ് ബാഡ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുള്ള ലൈവ് ആക്ഷൻ സീരീസുകളിൽ എനിക്ക് ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗെയിം ഓഫ് ത്രോൺസ് ആണ്. പക്ഷേ 2ാം സ്ഥാനത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി പറയും ബ്രേക്കിംഗ് ബാഡ്. കാരണം ഒന്നാമത് ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ് ബ്രേക്കിംഗ് ബാഡ്. പക്ഷേ ഞാൻ ബ്രേക്കിംഗ് ബാഡും ദൃശ്യം ത്രീയും പറ്റി കമ്പയർ ചെയ്യില്ല കേട്ടോ. ഞാൻ വീണ്ടും പറഞ്ഞത് ഇത് കമ്പയർ ചെയ്യുന്നതല്ല സീരീസും സിനിമയും പറ്റി. ഞാൻ പറഞ്ഞത് ഇതിലെ 2 നായകന്മാർ, അതായത് ബ്രേക്കിംഗ് ബാഡിലെ നായകനെയും ദൃശ്യം ത്രീയിലെ നായകനെ എടുത്ത് നോക്കിയാൽ ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യം, അത് ചെയ്യുന്തോറും അവരെ ടേക്ക് ഓവർ ചെയ്യുന്നൊരു സംഭവം. അത് 2 ക്യാരക്ടേഴ്സിലും ഒരു സിമിലാരിറ്റി ഉണ്ട്. ആ ഒരു കാര്യം, അതായത് ഇല്ലീഗലായിട്ട് കുടുംബത്തിന് വേണ്ടി തുടങ്ങുന്നൊരു കാര്യം പിന്നീട് അത് ചെയ്യുന്തോറും അത് അവരെ തന്നെ വിഴുങ്ങുന്ന രീതിയിലുള്ള ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. ഈ 2 കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ നോക്കിയാലും അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട് ഈ 2 കഥാപാത്രത്തിനും. അപ്പോൾ വോൾട്ടർ വൈറ്റ് എന്ന് പറഞ്ഞാൽ കഥാപാത്രം അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അയാൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ അയാൾ ഇല്ലാതായി പോകുന്നത്. എന്തായാലും ബ്രേക്കിംഗ് ബാഡിനെ പറ്റി നമുക്ക് സംസാരിക്കാം, അതൊരു വിശദമായിട്ടുള്ള വീഡിയോ വേറെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ അയാളത് മനസ്സിലാക്കുന്നില്ല. അതായത് താൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്, തന്നെ തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളത് അയാൾ മനസ്സിലാക്കുന്നില്ല. അതേപോലെ തന്നെ അയാളത് ഇല്ലാതാക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ ജോർജ് കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. അതായത് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ തന്നെ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇവിടെ ജോർജ് കുട്ടി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജോർജ് കുട്ടി അവസാനം വക്കീലിനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. ആക്ച്വലി ആ ഡയലോഗിൽ തന്നെയുണ്ട് ഈ ഓൾഡ് സിനിമയുടെ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഡയലോഗായിട്ടാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. അത്രയും സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഡയലോഗ് തന്നെയാണ് അവസാനം പറയുന്ന ആ ഒരു ഡയലോഗ്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, ജോർജ് കുട്ടി മകൾ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അവിടെ എനിക്ക് അയാളുടെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് തോന്നിയത്. കാരണം അയാൾ പടയെന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ടാക്കുന്ന ഒരാളല്ല. അയാൾക്ക് കുറച്ച് സമയം വേണം. കാരണം സ്റ്റിൽ ഹീസ് എ സാധാരണക്കാരൻ. അപ്പോൾ അയാൾ റിസോർട്ടിലേക്ക് വെപ്രാളം കയറി പോകുന്ന സമയത്ത് അയാൾക്ക് പെട്ടെന്ന് തോന്നുകയാണ് ഇങ്ങനെയും സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ എന്ന് അയാൾക്ക് പെട്ടെന്ന് തോന്നുവാണ്. ആൻഡ് ആ സമയത്ത് അയാളുടെ മനസ്സിലേക്ക് വന്ന പെട്ടെന്നുള്ളൊരു ബുദ്ധിയാണത്. അയാൾക്ക് കിട്ടിയ ആ ഒരു ഐഡിയ, അത് വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഈ സമയമില്ലാത്ത സമയത്ത് വേറൊരു ഐഡിയ ചിന്തിക്കുക ഇതില്ല, ഇത് തന്നെയാണ് ഈ സിറ്റുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള അവസ്ഥയിൽ ആ ഒരു അച്ഛൻ മകളെ ഉപദ്രവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ എത്തിയ പോലെയാണ് എനിക്ക് പേഴ്സണലി. അതായത് എന്താ പറയുക, ഭയങ്കര സൈക്കോളജിക്കലായിട്ടുള്ള, അതായത് ജോർജ് കുട്ടിയുടെ ഒരു മെൻറ്റാലിറ്റിയെ അതായത് ഇപ്പോഴുള്ള ജോർജ് കുട്ടിയുടെ ഒരു അവസ്ഥയെ ഏറ്റവും പീക്കായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു മൊമെന്റ് തന്നെയാണ് ക്ലൈമാക്സിൽ ആ ഒരു ഏരിയ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതായത് ഒരു മറ്റുള്ള 2 ദൃശ്യ സിനിമകളിലും പോയി ടിസ്റ്റ് എന്ന് ഞെട്ടിക്കുന്നതിന് പകരം ഇവിടെ ജോർജ് കുട്ടിയുടെ ഒരു മെൻറ്റാലിറ്റി, ഒരു മെന്റൽ സ്റ്റേറ്റിനെ അയാളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസിൽ നിന്നും അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാനിങ്ങുകൾ അയാളെ തന്നെ എത്രത്തോളം ദുഃഖിപ്പിക്കുന്നതാണെന്നും അല്ലെങ്കിൽ അയാളെ തന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്നൊക്കെയുള്ളൊരു കാര്യമാണ് എനിക്ക് ക്ലൈമാക്സിൽ ആ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ആ ഒരു ക്യാരക്ടറിൻ്റെ ഭയങ്കര സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പീക്ക് ക്ലൈമാക്സ് പോലെ തന്നെയാണ് എനിക്ക് ആ ഒരു ഏരിയ ഫീൽ ചെയ്തത്. കാരണം ചിന്തിക്കുമ്പോൾ ശരിയാണ്, എന്ത് ചെയ്യാനാണ് ആ സമയത്ത് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു പ്ലാൻ കിട്ടുന്നത് അവിടെ? അതേ ഉള്ളൂ ആ അച്ഛൻ അവിടെ ചെയ്യാൻ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അവിടെയൊക്കെ ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസും കൂടെ ഉണ്ടാ. അതായത് അത് കൺവിൻസ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഉണ്ട് ലാലേട്ടൻ്റെ. ആ ഒരു കരഞ്ഞുകൊണ്ട് അവിടെയൊക്കെ ലിറ്ററലി എൻ്റെ കണ്ണ് നിറഞ്ഞറ. എൻ്റെ ശരിക്കും അവിടെ ആ സമയത്തൊക്കെ ആ ഒരു കണ്ണ് നിറഞ്ഞു പോയി. കാരണം അതുപോലെയാണ് ലാലേട്ടൻ ആ ഒരു ഏരിയയൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കൈ തൊഴുതിട്ട് മകളോട് മാപ്പ് ചോദിക്കുന്ന ആ ഒരു അച്ഛൻ്റെ അവസ്ഥയുണ്ടല്ലോ, അതും പിന്നെ മകളെ ഉപദ്രവിക്കേണ്ടി വരുമ്പോൾ അയാളുടെ ഒരു പെയിൻ. കാരണം അയാൾക്ക് അവിടെ മറ്റ് ഐഡിയകളൊന്നും കിട്ടുന്നില്ല മകളെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ മകളെ ജയിലിൽ വിടരുത്. കാരണം ഞാൻ പറയാം, അത് അയാൾക്കൊരു ഒബ്സഷനായിട്ട് മാറിയിരിക്കുകയാണ്, കുടുംബത്തെ ജയിലിൽ വിടരുത് എന്നുള്ളത്. അപ്പോൾ അയാൾക്ക് അവിടെ വേറെ ഒരു ചോയ്സും ഇല്ല, അത് മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ വേറെ അവസ്ഥയില്ലാതെ അയാൾ ചെയ്തു പോകുന്ന ഒരു വളരെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സീനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജോർജ് കുട്ടിയുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റിനെ എടുത്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ ഒരു അവസ്ഥയെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു സീനായിട്ടാണ് എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഹൈ കിട്ടിയ സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ചിന്തിച്ച രീതി ആയിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടാവുന്ന.
അതുകൊണ്ട് നിങ്ങൾക്കത് എത്രത്തോളം കണക്ട് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരാളുകളും സിനിമ റിസീവ് ചെയ്യുന്ന ഓരോ രീതിയിലാണ്. ഇപ്പോൾ നമ്മളൊരു സിനിമ കണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലോജിക്കലി മിസ്റ്റേക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെ അതിനെ ലോജിക്കലി ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഇങ്ങനെ, അതായത് നമ്മുടെ മനസ്സ് തന്നെ അവിടെ പെട്ടെന്നൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കും, ഇന്ന ഇതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സ് ക്രിയേറ്റ് ചെയ്തൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതായത് ജോർജ് കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്നുള്ളത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓരോ സംശയം തോന്നുന്ന ഏരിയകളിലൊക്കെ മനസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ സൊല്യൂഷൻസ് ഉണ്ട്, ഒരു സ്ക്രിപ്റ്റ് പോലെ. അത് എൻ്റെ മനസ്സ് എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ച് ലോജിക്കലിയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അവിടെ അതൊരു പ്രശ്നമായിട്ടോ അത് ഇങ്ങനെ തന്നെയാണ് വരേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ വേറെ വഴികളില്ല എന്ന് തന്നെയാണ് എനിക്ക് ആ ഒരു ജോർജ് കുട്ടിയുടെ ഓരോ അവസ്ഥയും കണ്ടപ്പോൾ തോന്നിയത്. എസ്പെഷ്യലി ക്ലൈമാക്സിലുള്ള ആ ഒരു കാര്യമൊക്കെ അയാൾ വേറെ എന്ത് ചെയ്യാനാണ് എന്നാണ് എനിക്കും അവിടെ തോന്നിയത്. ചിലപ്പോൾ ഇനിയിപ്പോൾ കുറേ ഇരുന്ന് ചിന്തിച്ചാൽ വേറൊരു വഴി എനിക്കും കിട്ടുമായിരിക്കും. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരുന്ന ടൈമിലൊക്കെ ആക്ച്വലി എനിക്ക് അവിടെ ശരിയാണ്, ആ അച്ഛൻ വേറെ എന്ത് ചെയ്യാനാണ് അവിടെ, അല്ലെങ്കിൽ ആ ഒരു സാധാരണക്കാരൻ എന്ത് ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയത്. അത് മാത്രമല്ല, ഇതിന് ശേഷം ഹോസ്പിറ്റലിൽ ഡോക്ടർ പറയുന്നുണ്ട് ഇഞ്ചുറീസ് ഒന്നും ഫെയ്റ്റിലല്ല എന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, അതായത് അപകടകരമായിട്ടുള്ള ഭയങ്കര മാരകമായിട്ടുള്ള ഇഞ്ചുറീസ് ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും അവിടെ ജസ്റ്റിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോർജ് അതും അറിയാം. സോ മകളെ അങ്ങ് കൊല്ലാൻ വേണ്ടി പുള്ളി ശ്രമിച്ചൊരു കാര്യമല്ല അത്. അയാൾക്ക് വേറൊരു അവസ്ഥയില്ലാതെ മകളെ എങ്ങനെയെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള രീതിയിൽ അയാൾ ചെയ്തു പോയ കാര്യങ്ങളാണ്. കാരണം അവിടെ അയാൾക്ക് ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ലെന്നാണ് എനിക്ക് ആ സീൻ കണ്ടപ്പോൾ തോന്നുന്നത്. കാരണം അത്രയും ഫാസ്റ്റായിട്ടാണ് ആ സീനുകൾ കട്ട് ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് പേഴ്സണലി ആ സീനൊക്കെ കൺവിൻസിങ് ആയിരുന്നു. എനിക്ക് നല്ല ഹൈ കിട്ടിയ ഏരിയകളൊക്കെ ആയിരുന്നത്. പക്ഷെ അതിനുശേഷം ജോർജ് കുട്ടി തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. ജോർജ് കുട്ടി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ അയാളുടെ മനസ്സിലേക്ക് ദുഃഖം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സംഭവം ശരിയാണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അയാൾ മകളെ രക്ഷിക്കാൻ വേണ്ടി അത് ചെയ്തു, അത് വർക്കായി, ആ സിറ്റുവേഷൻ അയാൾ ചെയ്തത് വർക്കാവുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഒരിക്കലും തൻ്റെ മകളെ താൻ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ബോധം അയാൾക്കുണ്ട്. അല്ലെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ് താൻ ചെയ്തതെന്നുള്ളൊരു വലിയൊരു കുറ്റബോധം കൂടെ അയാളുടെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം നടക്കാനേ പാടില്ലായിരുന്നു എന്നുള്ളത് അയാളുടെ മനസ്സിലുണ്ട്. അത് തന്നെയാണ് അയാൾ ആ ശിക്ഷ ഏറ്റെടുത്തത്. അതായത് ഇതിൽ വക്കീൽ ചോദിക്കുന്നുണ്ട് ആരെയാണ് പേടിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ റാണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചോദിക്കുന്നുണ്ടല്ലോ എന്തിനിങ്ങനത്തെ ഒരു ശിക്ഷ ഇപ്പം ഏറ്റെടുക്കുന്നു. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും നാളെ അയാൾ ശ്രമിച്ചത് അയാൾക്ക് ഫാമിലിയോടൊപ്പം ജീവിക്കാനുള്ളൊരു കൊതി കൊണ്ടാണ്. ഒന്ന് ആലോചിക്കട്ടോ, പാവം മനുഷ്യൻ. ആൻഡ് അതിനുശേഷം ഇങ്ങനത്തെ ഒരു ശിക്ഷ അയാൾ തിരഞ്ഞെടുക്കുന്നത് അയാൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും തൻ്റെ മകളെ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ബോധം അയാൾക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രീമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തൻ്റെ മനസ്സിനെ എന്തെങ്കിലും ഒരു രീതിയിൽ ശാന്തം ആക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ കാമാക്കണം എന്നുള്ള രീതിയിൽ തനിക്കിപ്പോൾ ഒരു ശിക്ഷ ആവശ്യമാണ്, ഒരു നിയമപരമായിട്ടുള്ളൊരു ശിക്ഷ ആവശ്യമാണെന്നുള്ള രീതിയിൽ ജോർജ് കുട്ടി സ്വയം തിരഞ്ഞെടുത്തൊരു ശിക്ഷയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ആളുടെ ഒരു മൈൻഡിനെ ഒന്ന് കാമാക്കാൻ വേണ്ടി ജോർജ് കുട്ടി തിരഞ്ഞെടുത്തൊരു ശിക്ഷയായിട്ട് മാത്രമാണ് എനിക്ക് ആ ഒരു അവസാനം ജോർജ് കുട്ടി ജയിലിൽ പോകുന്നത് തോന്നിയത്. ഇതൊക്കെ എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. ഇതൊക്കെ എങ്ങനെയാണ് കേൾക്കുമ്പോൾ നിങ്ങൾ ഇവരെന്ത് പറയണത് എങ്ങനെയൊക്കെ തോന്നുന്നത്. പക്ഷേ ഇതെല്ലാം അതായത് സ്വയം മനസ്സിലാക്കുന്ന ജോർജ് കുട്ടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു. അതായത് സിനിമയുടെ ഓൾ പോയിന്റ് അതിലുണ്ട്. വക്കീൽ ചോദിക്കും നിങ്ങളിപ്പോൾ ആരെയാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജോർജ് കുട്ടി അത് ലാലേട്ടൻ പറയുന്നൊരു രീതിയുണ്ട്, എനിക്കിപ്പോൾ പേടി എന്നെ തന്നെയാണെന്ന് പറയത്തില്ലേ. എടാ അവിടെ കിട്ടിയൊരു ഹൈ ഉണ്ടല്ലോ, അവിടേക്ക് എനിക്ക് രോമാഞ്ചം വന്നു. കാരണം അങ്ങനെയാണ് സ്വയം മനസ്സിലാക്കുന്നൊരു ജോർജ് കുട്ടി ഉള്ളിൽ നിന്ന് പറയുന്നൊരു സാധനമാണ്, എനിക്കിപ്പോൾ പേടി എന്നെ തന്നെയാണ് എന്ന് പറയത്തില്ല. അതായത് അയ്യോ അതൊരു കിട്ടില്ല. അതായത് സിനിമയുടെ ഫുൾ ഡെഫിനിഷൻ ഉള്ളൊരു ഡയലോഗായിട്ട് എനിക്ക് പേഴ്സണലി അതൊക്കെ ഫീൽ ചെയ്തത്. എനിക്കതൊക്കെ ഹൈ ആയിരുന്നു പേഴ്സണലി, എനിക്കതൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. ഡയലോഗൊക്കെ ലാലേട്ടൻ പറഞ്ഞ ആ ഒരു പോയിന്റിലും പിന്നെ അവസാനം സിനിമ അവസാനിക്കുന്നതും ഒരു ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ കണ്ണ് നിറഞ്ഞൊരു ഷോട്ട് കാണിച്ചിട്ടാണ് ഡയറക്ടറിൻ്റെ ഒക്കെ പേര് എഴുതി കാണിക്കുന്നത്. മറ്റ് 2 സിനിമകളിലും അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഇവിടെ ഉണ്ട്. കാരണം അവിടെയൊക്കെ ഈ സിനിമ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് ഫോക്കസ്ഡ് ആണെന്നുള്ളത് ഇങ്ങനെ അടിവരയിട്ട് കാണിക്കുകയാണ്. ആ കണ്ണ് നിറയുന്ന അവസാനം ജിത്തി ജോസഫ് ഫിലിം ജിത്തി ജോസഫ് എന്ന് എഴുതി കാണിക്കുന്നവരെ ഇവൻ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ട്രാക്ക് വരെ ഭയങ്കര ഇമോഷണലാണ്. മറ്റ് 2 സിനിമകളിൽ നിന്ന് മാറിയിട്ട് വളരെ സെറ്റിലായിട്ടുള്ള ദൃശ്യത്തിൻ്റെ ട്രാക്കൊക്കെയാണ് അവിടെ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമ എനിക്ക് ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകൻ എഴുത്തുകാരനായിട്ടുള്ള ജിത്തി ജോസഫ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് ജോർജ് കുട്ടിയിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് കൂടുതലും പോകുന്നൊരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അത് എന്നിലെ പ്രേക്ഷകനിലേക്ക് കൃത്യമായി എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ സംശയങ്ങൾ വന്നപ്പോഴൊക്കെ എൻ്റെ മനസ്സ് തന്നെ അതിനെ തിരുത്തിയ രീതിയിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്.
എനിക്ക് ആ ക്യാരക്ടറിൻ്റെ ആ ഒരു ആർക്ക് എഴുതിയിരിക്കുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. പറയാൻ വിട്ടുപോയൊരു കാര്യം, ജോർജ് ടെൻഷൻ്റെ ഒരു ടെൻഷനും കൂടെ ജോർജ് ഇവിടെ ഉണ്ട്, മക്കൾ വലുതായി വരുന്നെന്നുള്ളത്. മക്കളുടെ അതിൽ മൂത്ത മകളുടെ കല്യാണം നടക്കുന്നില്ല എന്നുള്ള ടെൻഷനും അയാൾക്കുണ്ട്. പിന്നെ മകൾക്ക് അസുഖം. ഇതൊക്കെ ഞാൻ പറഞ്ഞ നമ്മൾ ജോർജ് മനസ്സിലെ വിഷമങ്ങളെന്ന് പറഞ്ഞൊരു ലിസ്റ്റ് എഴുതിയില്ലേ, ഒരു സാധാരണക്കാരൻ ഇത് ഇങ്ങനെ ഇത്രയും വർഷം എങ്ങനെ ക്യാരി ചെയ്ത് പോകുമെന്ന് നമുക്ക് ചിന്തിക്കും. അതും ഈ പറയുന്ന പോലെ ഇതൊക്കെ അയാളെ മാറ്റുന്നൊരു ഘടകമാണ്. അതുപോലെ തന്നെ അവസാനം IG-യുടെ മുന്നിൽ വെച്ച് പ്രഭാകരനോട് ദേഷ്യപ്പെടുന്നതിന് മുന്നിൽ കൊന്നുകളയെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ലായിരുന്നു ജോർജ് കുട്ടി. പക്ഷേ ജോർജ് കുട്ടിയെ ജീവിതം ഒരു റഫായിട്ടുള്ള ഒരാളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, അയാൾക്ക് പോലെ നിയന്ത്രിക്കാൻ ഇതൊക്കെ എന്താ പറയുക, ഇങ്ങനെ ജോർജ് കുട്ടിയുടെ ഒരു മാറ്റം ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മാറ്റം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് പല സ്ഥലത്തും സിനിമ കണ്ടപ്പോൾ തോന്നി. ഒരു രീതിയിൽ അവിടെ എന്താണ് അതിനൊരു കുഴപ്പം എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ദൃശ്യം ഒരു പീക്ക് സിനിമ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കൈയടിച്ച്. ഞാൻ മാത്രമല്ല, സത്യം പറയാമല്ലോ, ഞാൻ ഇരുന്ന തിയേറ്ററിൽ ഒട്ടുമിക്ക എല്ലാവരും സിനിമ തീർന്നപ്പോൾ കൈയടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കൈയടിച്ചു. എൻ്റെ ക്ലൈമാക്സൊക്കെ അപ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഒരു ഇമോഷണൽ ഏരിയയൊക്കെ എനിക്ക് പേഴ്സണലി വർക്ക് ചെയ്യാം. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ കൈയടിച്ച് തന്നെയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എനിക്കൊരു പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതിൻ്റെ മെയിൻ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഈ പറയുന്ന പോലെ ലാലേട്ടൻ്റെ ക്യാരക്ടർ ആർക്ക് റേറ്റിംഗ് ഭയങ്കര കൺവിൻസിങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഈസ് അയ്യോ, അതിനുവേണ്ടി കാണാം സിനിമ. കാരണം അതുപോലെയാണ് സ്ക്രീനിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അറിയാമല്ല അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ പറ്റി നമ്മൾ എന്തിനു പറയുന്നു എന്നുള്ളത് എപ്പോഴും ഇത് പറയുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. എങ്കിലും അതൊരു അത്ഭുതമാണ്, നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. അത് ഈ രണ്ട് കാര്യങ്ങൾ ദൃശ്യം ത്രീയിൽ ഇത് തന്നെയാണ്. പിന്നെ അതിൻ്റെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് തോന്നി ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്ര നേരം പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം ഇതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടത്, വേറെ രണ്ട് കഥാപാത്രമുണ്ട്. അതായത് സഹദേവൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഇവിടെ സഹദേവൻ ഭയങ്കര മാസമായിട്ട് നിന്നിട്ട് അവസാനം ഞാൻ പറയാൻ ജോർജ് കുട്ടി എന്ന് പറഞ്ഞൊരു പേടി ആയിട്ടുള്ള ഒരാളിലേക്ക് മാറുന്നുണ്ടല്ലോ. എനിക്ക് അവിടെ തോന്നിയൊരു ലോജിക്കലി എനിക്ക് തോന്നിയൊരു കാര്യം, പാർട്ട് 1 സഹദേവൻ എങ്ങനെയായിരുന്നു, അതായത് ഈ പറഞ്ഞ പോലെ അതായത് താൻ എന്തോ ഒരു ഭയങ്കര റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അതായത് ഒരു കുഞ്ഞു കുട്ടിയുടെ കർണത്ത് വരെ അടിക്കുന്ന അത്രയും ഭയങ്കര ഭീകരനായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് തന്നെയാണ് ഫസ്റ്റ് പാർട്ടിലും സഹദേവനുള്ളത്. പക്ഷേ അവസാനം നാട്ടുകാർ തല്ലാനായിട്ട് ഓടിക്കുമ്പോൾ സഹദേവൻ ഇറങ്ങി ഓടുന്നൊരു ഓട്ടമുണ്ട്. കാരണം അവിടെ സ്വന്തം ജീവൻ ആപത്താണെന്ന് പറയുമ്പോൾ സഹദേവൻ ഇറങ്ങി ഓടും എത്ര മാസമായിട്ട് എന്നാലും. ഫസ്റ്റ് പാർട്ടിൽ സഹദേവൻ അങ്ങനെ തന്നെയാണ്, ഈ തേർഡ് പാർട്ടിലും സഹദേവൻ അങ്ങനെ തന്നെയല്ലേ. എനിക്ക് അവിടെ ഒരു ക്യാരക്ടറിന് ഭയങ്കര ഒരു കൺസിസ്റ്റൻസി ഇല്ലതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. കാരണം അത് മാത്രമല്ല, ഫസ്റ്റ് പാർട്ടിൽ ഭാര്യയും മക്കളെയൊക്കെ ഉപദ്രവിച്ച് സഹദേവൻ എന്തിന് അതായത് ഇളയ മകളെ വരെ ഉപദ്രവിച്ച് സഹദേവനെ ജോർജ് കുട്ടി തിരഞ്ഞു പോയി തല്ലേ, അല്ലെങ്കിൽ അയാൾ പ്രതികാരം തിരക്ക് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സഹദേവൻ അറിയാവുന്ന ജോർജ് കുട്ടി അത്രയും ശാന്തനാണ്. അങ്ങനത്തെ ഒരു ജോർജ് കുട്ടി പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്ന് തന്നെ മുറിവേൽപ്പിക്കുന്നു, അതായത് കൊല്ലാൻ പോകുന്ന രീതിയിൽ തന്നെ ആഴത്തിലുള്ള മുറിവേൽപ്പിക്കുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ഉണർന്നു. അതായത് സ്വന്തം ജീവൻ ആപത്താണെന്ന് അറിഞ്ഞ സഹദേവൻ പഴയ സഹദേവൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ. അതായത് പാർട്ട് 1 അയാൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ജോർജ് കുട്ടി അങ്ങനെ ചെയ്യുന്നുള്ളത് ഇവൻ പല പ്രേക്ഷകർ പോലും ചിന്തിച്ചിട്ടുണ്ടതില്ല. ജോർജ് കുട്ടി ഒരാളെ പരിക്കേൽപ്പിച്ച് ഇങ്ങനെ രക്തം വരുത്തുന്ന രീതിയിലൊക്കെ ജോർജ് കുട്ടി ഒരാളെ പരിക്കേൽപ്പിക്കുമോ എന്നൊക്കെയുള്ളത് സത്യം പറഞ്ഞാൽ പല പ്രേക്ഷകർ പോലും ചിന്തിക്കില്ല. കാരണം അങ്ങനെയല്ല ജോർജ് കുട്ടി. കാരണം ജീവിതം അയാളെ ആ ഒരു അത്ര എക്സ്ട്രീമിലേക്ക് അയാളെ മാറ്റി, അയാളുടെ മെൻറ്റാലിറ്റി. അപ്പോൾ ഇങ്ങനെ ജോർജ് കുട്ടി എന്നൊരു മാറ്റം സഹദേവനെ പേടിപ്പിച്ചിട്ടുണ്ട്. കാരണം സഹദേവനെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ജോർജ് കുട്ടി തന്നെയാണോ ഇങ്ങനെ ഇവൻ എന്നോട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൻ എന്നെ കൊല്ലാനും മടിക്കില്ല എന്നുള്ളൊരു പെട്ടെന്ന് അയാളുടെ രക്ഷപ്പെടാനുള്ള ഒരു ഭയത്തിൻ്റെ പുറത്താണ് അയാൾ ആ കുറ്റം സമ്മതിക്കുന്നതും അതൊക്കെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ സഹദേവൻ്റെ ക്യാരക്ടർ ഫസ്റ്റ് പാർട്ടിലുള്ള പോലെ തന്നെ സെക്കൻഡ് പാർട്ടിലെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ പ്രഭാകർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ആക്ച്വലി ആ ക്യാരക്ടറിൻ്റെ ഒരു മാനസിക സമ്മർദ്ദങ്ങൾ കാണിക്കാൻ കുറച്ചും കൂടെ സമയം കൊടുക്കാമായിരുന്നു എന്ന് ഉള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആൾ പറയുന്ന ഡയലോഗ് വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, അല്ലെങ്കിൽ അതിനും എനിക്ക് തോന്നിയൊരു ലോജിക്കലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത്, മകൻ അവർക്ക് വർഷങ്ങളായിട്ട് കാത്തിരുന്നുണ്ടായൊരു മകനാണ്. അപ്പോൾ മകൻ നഷ്ടപ്പെട്ടത് തന്നെ അവർ ഒരുപാട് തളർത്തിയിട്ടുണ്ട്, എസ്പെഷ്യലി ആ അമ്മയെ, അതായത് ഗീതാ പ്രഭാകർ. അപ്പോൾ ആ ഒരു വ്യക്തിയെ ശരിക്കും തളർത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പ്രഭാകറിൻ്റെ മനസ്സിലും തീരാത്ത വിഷമവും, അല്ലെങ്കിൽ മകൻ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ മകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ ലഭിക്കണമെന്ന് അയാളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അയാളുടെ ഒരു മൈൻഡ് ആരെയും വേദനിപ്പിക്കരുതെന്നും കൂടെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗീതാ പ്രഭാകർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഈ പ്രഭാകർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒട്ടും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നില്ലായിരുന്നു. കാരണം സംഭവം ശരിയാണ്, തൻ്റെ മകനെ ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടണം എന്നുള്ളതുണ്ട്. പക്ഷേ ആരെയും അങ്ങനെ പൂർണ്ണമായിട്ട് ദ്രോഹിക്കാൻ മനസ്സുള്ള ഒരാളല്ല അയാൾ. എന്നാൽ ഭാര്യ അങ്ങനെയല്ല. ഭാര്യ
അവരും ഈ പറയുന്ന പോലെ ഇല്ലാത്ത ഒരാളെ പിടിച്ച് വെറുതെ ഉപദ്രവിക്കുന്ന അല്ലേ, പക്ഷെ അവർ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള സ്വഭാവമാണ് അവരുടെ. അപ്പോൾ അവരങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, അവരൊരു പോലീസ് ഉദ്യോഗസ്ഥ കൂടെയാണ്. അപ്പോൾ അവർക്ക് എന്തായാലും കുറച്ച് ഹാഷായിട്ടുള്ളൊരു പെരുമാറ്റ രീതിയൊക്കെ ആയിരിക്കും. പക്ഷേ ഭർത്താവ് അങ്ങനെയല്ല. ഭർത്താവ് ഈ പറയുന്ന പോലെ കുറച്ചും കൂടെ ഒരു സഹാനുഭൂതിയുള്ള ഒരാളാണ്. അങ്ങനെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാതെ വന്ന് മകൻ നഷ്ടപ്പെട്ടു, മകൻ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാത്തൊരു ക്യാരക്ടർ. പിന്നീട് ഓരോ കേസുകളിൽ അവർ തെളിയിച്ച് വരുമ്പോഴും അതൊക്കെ ഫെയിലിയറായി പോകുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഫ്രസ്ട്രേഷൻ്റെ പുറത്തും മകൻ നഷ്ടപ്പെട്ടുള്ള സങ്കടത്തിൻ്റെ പുറത്തും അതിലൊക്കെ ഉപരി തൻ്റെ ഭർത്താവ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാരണത്തിൻ്റെ പുറത്തും ആ ഒരു ക്യാരക്ടർ, അതായത് ഗീതാ പ്രഭാകർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡിപ്രഷനിലേക്ക് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, പുള്ളിയുടെ കുടുംബം ഒന്നുമില്ല. അതായത് മകൻ മരിച്ചപ്പോഴും പുള്ളിയുടെ കൂട്ടത്തിൽ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ കൂടെ അയാളുടെ കുടുംബം ഉണ്ടായിരുന്നു. അതായത് അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭാര്യയും അയാൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതും താൻ ഭാര്യയെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള കാരണത്താൽ. സോ അങ്ങനെ ഒരാൾ അയാളുടെ ഭാര്യയെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു, എന്താ പറയുക, അതിബുദ്ധിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പ്രഭാകർ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഇമോഷൻ്റെ പുറത്തെടുത്ത ഒരു എന്താ പറയുക, ഒരു അബദ്ധമായിട്ടുള്ളൊരു തീരുമാനമാണ് ജോർജ് കുട്ടിക്കെതിരെ ഒന്നും കൂടെ ശ്രമങ്ങൾ നടത്താന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അതായത് ആ ഒരു ഇമോഷൻ, അതായത് മകൻ നഷ്ടപ്പെട്ടു, ഭാര്യയും നഷ്ടപ്പെടുന്നു, അപ്പോൾ തൻ്റെ കുടുംബം മുഴുവൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ താൻ ആര് സംസാരിക്കാനില്ലാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നു. അപ്പോൾ ഭാര്യ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് പൂർണ്ണമായും മാറാൻ കാരണം താനാണെന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ഇങ്ങനെ ഒരാളിങ്ങനെ വീട്ടിലിരുന്ന് ചിന്തിക്കില്ല, ഇത് തന്നെ മനസ്സിൽ. അപ്പോൾ അയാൾക്ക് തോന്നിയൊരു അതിബുദ്ധിയാണ് എന്നാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തത്. അതായത് അല്ലാതെ ഇപ്പോൾ ജോർജ് കുട്ടി എന്ന പോലെ ഭയങ്കര പ്ലാനിങ് ആയിട്ടോ അങ്ങനെയൊന്നുമല്ല. അയാളുടെ ഈ പണമുണ്ട്, അയാൾക്ക് ഈ ഒരു കാര്യം അയാളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ജോർജ് കുട്ടിയെ അല്ലെങ്കിൽ അവരെ ജയിലിലേക്ക് പോകുന്ന കാണുമ്പോൾ ഭാര്യയ്ക്ക് ഒരു സമാധാനം വരും. അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ ഭാര്യയെ തനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുള്ളൊരു പെട്ടെന്ന് തോന്നിയ ഒരു ബുദ്ധിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഭയങ്കര ഇമോഷൻ്റെ പുറത്ത് വളരെ വലിയൊരു വൈകാരികതയുടെയും പുള്ളിയും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ എടുത്തൊരു, അങ്ങനെ ഒരു ടൈമിൽ ആൾ സ്വീകരിച്ചൊരു, എന്താ പറയുക, അതിബുദ്ധി കാണിക്കാൻ വേണ്ടി ചെയ്തൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് ആ പ്ലാനൊക്കെ തോന്നിയത് ആളുടെ. അതായത് ആളുടെ പ്ലാന് പറയുമ്പോഴൊക്കെ അത് ഇതിൽ തോമസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ പ്രഭാകർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു പുച്ഛമുണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഇതുപോലെ നടക്കുക. കാരണം അയാൾക്കറിയാം ജോർജ് കുട്ടിയല്ല പ്രഭാകർ എന്നുള്ളത്. പ്രഭാകർ എന്തൊക്കെയോ ഇമോഷൻ്റെ പുറത്താണ് ചെയ്യുന്നത്. ഇത് ഇയാളെ തന്നെ മിക്കവാറും പെടുത്താന്നുള്ള രീതിയിൽ തോമസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഈ പ്രഭാകർ വരുമ്പോൾ തൊട്ടേ ഉണ്ട്. പക്ഷെ അപ്പോഴും ഈ തോമസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ജോർജ് കുട്ടിയോട് പ്രതികാരം ചെയ്യാനുള്ളൊരു ഇതുണ്ട്. കാരണം അത്രത്തോളം അയാൾ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു സെക്കൻഡ് പാർട്ടിൽ, നമ്മളറിയാലോ. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ട്. അപ്പോൾ ഇതൊരു അവസരമാണെങ്കിൽ കൂടെ നിൽക്കാം എന്നുള്ളൊരു ഇതുണ്ട് പുള്ളിക്ക്. അറ്റ് ദ സെയിം ടൈം ഈ പ്രഭാകർ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കൂ എന്നുള്ളൊരു ഇതുമുണ്ട്. കാരണം പല സമയത്തും തോമസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ എക്സ്പ്രഷൻസിൽ നിന്നൊക്കെ ഈ പ്രഭാകർ ചെയ്യുന്നത് എന്തോ മണ്ടത്തരമാണ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അത് അയാളുടെ മുഖത്ത് നിന്നൊക്കെ വായിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത്രയും ഭംഗിയായിട്ടാണ് മുരളി ഗോപി അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് ആ ക്യാരക്ടറിനെ. അപ്പോൾ 2 വർഷമൊക്കെ പ്ലാൻ ചെയ്യുന്നൊക്കെ ആൾ പറയുന്നുണ്ടെങ്കിലും എനിക്കത് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായൊരു വൈകാരികതയുടെ പുറത്ത്, പിന്നെ മാത്രമല്ല അങ്ങനെ ഈ പറയുന്ന പോലെ അയാൾക്ക് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാളൊരു അപ്പോഴും മനസ്സിൽ ആരെയും ദ്രോഹിക്കാൻ അറിയാത്തൊരാളാണ്. സോ ഒരു നിഷ്കളങ്കമായൊരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു അബദ്ധം ആണ് അയാളുടെ പ്ലാനിങ്ങിലൊക്കെ ഉള്ളതെന്നാണ് എനിക്കും തോന്നിയത്. പ്രഭാകർ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെയും സഹദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെയും വിഷയങ്ങളൊന്നും എനിക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ സിനിമയുടെ ആസ്വാദനത്തിനെ കൊല്ലുന്നതായിട്ടൊന്നും തോന്നിയില്ല. അതൊക്കെ അതെന്താ അങ്ങനെ ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ അതൊന്നും വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ല, അത് മാത്രമല്ല ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തതും എന്നെ സിനിമ ലോക്ക് ചെയ്തതും ഞാൻ ഇത്ര നേരം തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ ആർക്ക് അത് ലാലേട്ടൻ സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു രീതി, ഈ 2 കാര്യങ്ങളാണ് ഇതിലൊക്കെ ഉപരി എനിക്ക് ദൃശ്യം 3 ഒരു പീക്ക് എക്സ്പീരിയൻസിലേക്ക് എന്നെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ മെയിൻ ഫ്യൂവൽ എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ലോജിക്കലി തോന്നില്ലെങ്കിൽ പോലും ഈ ഒരു 2 കാര്യം തന്നെ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയൊരു ഹൈ ആയിരുന്നു. എനിക്ക് ആ സിനിമ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയ തന്നെയായിരുന്നു ഈ 2 കാര്യങ്ങളും. അല്ലെങ്കിൽ ഇത് തന്നെയാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് തിയേറ്ററിൽ പോയി ഒന്നും കൂടെ പടം കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഒറ്റപ്രായം തിയേറ്ററിൽ പോയി കണ്ടുള്ളൂ, പക്ഷെ നടന്നില്ല. TV-യിൽ OTT വന്ന ശേഷം TV-യിൽ ഞാൻ ഒന്നും കൂടെ കണ്ടായിരുന്നു. എനിക്ക് അപ്പോൾ കണ്ടപ്പോഴും പ്രത്യേകിച്ച് പടം എൻ്റെ ആസ്വാദനത്തിന് ഇല്ലാതാക്കുന്നതായിട്ടും തോന്നില്ല. തിയേറ്ററിൽ കണ്ടപ്പോൾ പോലെ തന്നെ നല്ലൊരു, എനിക്ക് പടം അവസാനിക്കുമ്പോഴൊക്കെ എനിക്ക്
ആ ഒരു ദൃശ്യത്തിൻ്റെ ആ ഒരു BGM ഒക്കെ കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചിക്കുമെന്ന് അങ്ങനെ തന്നെയാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ടി വിയിൽ കണ്ടപ്പോൾ എനിക്ക് പടം ഫീൽ ചെയ്തത്. പിന്നെ ഒന്നും കൂടെ ഞാൻ പറയണം, ഈ പറഞ്ഞതെല്ലാം എൻ്റെ മൈൻഡിൽ തോന്നിയ കാര്യങ്ങൾ മാത്രമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അറിയത്തില്ലടാ. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടതിനുള്ള കാരണങ്ങളൊക്കെയാണ്, അതിന് എൻ്റെ തന്നെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തൊരു ലോജിക്കൽ സാധനമൊക്കെയാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇനിയിപ്പോൾ എന്താ, പിന്നെ അറിയാലോ സിനിമയാണ്, ഓരോരുത്തരും ഓരോ പേഴ്സ്പെക്റ്റീവിലായിരിക്കും അത് റിസീവ് ചെയ്യുന്നത്. അപ്പം ഞാൻ റിസീവ് ചെയ്ത ഒരു പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് സിനിമ ഭീകരമായിട്ട് വർക്കായി. ദാറ്റ്സ് ഇറ്റ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാവരുടെയും അഭിപ്രായങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഞാൻ, ഇതൊരു വാദമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് സിനിമ എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണം, അത്രയേ ഉള്ളൂ വീഡിയോയുടെ ഉദ്ദേശം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങളെ ഒന്നും കൂടെ പറയുന്നു, ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. സോ അപ്പോൾ ഇനി എന്താ, ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും എനിക്ക് മനസ്സിലേക്ക് വരുന്നില്ല. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ കാണാം.